സാധനം നമ്മുടെ കൈ കിട്ടിയിട്ടുണ്ട്. കോഴിക്കോട് നമ്മൾ ഐശ്വര്യത്തിൽ ട്രൈ ചെയ്തു. കണ്ണൂർ അതുപോലൊരു സാധനം കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ പേര് ചെരണ്ടി എന്നാണ്. നമ്മുടെ കേരളത്തിൽ 91 രൂപയ്ക്ക് പെട്രോൾ കിട്ടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതേ ഗൈസ്, ഇതാ നമ്മൾ മാഹി എത്തിയിരിക്കുകയാണ്. മിക്കവർക്കും ഈ കാര്യം അറിയാമായിരിക്കും. മാഹിയിലെ പെട്രോളിൻ്റെ വില എന്ന് പറയുന്നത് 91 രൂപയാണ്. മാഹി കേരളത്തിലാണെങ്കിലും കേരളത്തിൻ്റെ ഭാഗമല്ല, യൂണിയൻ ടെറിട്ടറിയാണ്. നമ്മളങ്ങനെ നമ്മുടെ അപ്പക്കുട്ടന് ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കാനായിട്ട് പോവുകയാണ്. ഇതിന് മുന്നേ നമ്മൾ ട്രിവാൻഡ്രത്ത് വെച്ചാണ് ഫുൾ ടാങ്ക് അടിച്ചത്. പിന്നെ ഒരു 1000 എക്സ്ട്രാ അടിച്ചായിരുന്നു. ഇപ്പോൾ ഇത്രയായി നീഡിൽ. ഇവിടെ എല്ലാവരും വണ്ടി ഒതുക്കിയിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്ന കണ്ടിട്ട് നിർത്തിയതാണ്. ഇതാ അടിപൊളി ഒരു സൺസെറ്റ് പോയിന്റ്. NH തന്നെയാണ്. NHന്റെ സൈഡിൽ എല്ലാവരും മിക്ക വരുന്ന വണ്ടിയൊക്കെ ഒതുക്കി ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ടോള് കഴിഞ്ഞിട്ട് ഒരു 1 കിലോമീറ്റർ ഇപ്പുറത്താണിത്. ഒരു പാലമുണ്ട്. മുഴപ്പിലങ്ങാട് ബീച്ച് എത്താനായിട്ട് ഇനി ഒരു 11 മിനിറ്റും കൂടിയേ ഉള്ളൂ. നമ്മൾ അങ്ങോട്ടാണ് പോകാനായിട്ട് പോകുന്നത്. എത്തി. കിടന്നുറങ്ങി ബസ്സു. ഈ സ്ഥലത്തിന്റെ പേരറിയാന്നുള്ളവർ കമന്റ് ചെയ്യണേ. കേരളത്തിലെ ഒരേയൊരു ഡ്രൈവിംഗ് ബീച്ചായ മുഴപ്പിലങ്ങാട് ബീച്ചിലാണ് നമ്മളിപ്പോൾ. ഏഷ്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ഡ്രൈവിംഗ് ബീച്ചാണ്. എന്തോ ജീവനുള്ള ഷെല്ല. ഇതിനകത്ത് ആളുണ്ടോ? അയ്യോ, അത് മറ്റേ കടിക്കുന്ന സാധനമാണ്. കഴുകി നോക്ക്. ഒരുപാട് വണ്ടികളുണ്ട്. വണ്ടികളൊക്കെ അവരിങ്ങോട്ട് ഇറക്കുന്നുണ്ട്. നേരത്തെ അതോ അവിടെ നിന്നൊക്കെ വണ്ടി വരുന്നുണ്ടായിരുന്നു. ഇത് അത്രയും റിജിഡാണ്. അത്രയും ഉറപ്പുണ്ട് ഈ മണ്ണിന്. കുഴിഞ്ഞൊഴിഞ്ഞു പോകത്തില്ല. അതാണ് ഞാൻ കുഴിക്കാൻ നോക്കിയിട്ട് കുഴിയണില്ല. ഉരുണ്ടാണ് ഓണം. വളരെ ബീച്ച് കളിക്കാൻ. നമ്മൾ ഓൾ കേരള ട്രിപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞാണ് കണ്ണൂർ വരികയാണെങ്കിൽ കണ്ണൂർ കോക്ടെയിൽ ട്രൈ ചെയ്യണമെന്ന്. അങ്ങനെ സാധനം നമ്മുടെ കൈ കിട്ടിയിട്ടുണ്ട്. ഈ പപ്പായയും പാലും നട്ട്സൊക്കെ ഇട്ടിട്ട് ഒരു ഐറ്റം. ആരുണ്ട്? നമ്മളിന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത് പയ്യമ്പലം ബീച്ചിൻ്റെ അടുത്താണ്. ഇവിടെ നിന്ന് ഇനി ഒരു 18 മിനിറ്റും കൂടി ഉണ്ട്. ഇനി നേരെ അങ്ങോട്ട് പോവാം. എല്ലാം തീർന്ന ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്റ്റേ. ബീച്ച് റെസിഡൻസി കണ്ണൂർ. കൊള്ളാം കേട്ടോ. പുറത്തുള്ള ആംബിയൻസ് എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഇന്നലത്തെ വെച്ച് നോക്കുമ്പം സ്വർഗമെന്ന് വേണമെങ്കിൽ പറയാം. 1400 AC റൂം. അതിന് റൂം കാണിച്ചു തരാം. ഇതാണ് റൂം. എങ്ങനെയുണ്ട് ഹരി? ഇന്നത്തെ റൂം വെച്ച് നോക്കുമ്പോഴാ ഇന്നലത്തെ അടിപൊളി അല്ലേ? AC ഉണ്ട്, ഫാനും ഉണ്ട്. ആര് പറഞ്ഞു AC ഉള്ള റൂമിൽ ഫാൻ കാണില്ലെന്ന്? TV വർക്കാവേ? വസുവിന് ഹാപ്പി ആയല്ലോ? വസു ഹാപ്പി ആയല്ലോ? വസു TV വർക്കാവേ? കിട്ടും ഹാപ്പി അല്ലേ? ഇതാര് ഉറങ്ങുന്ന? ബീച്ചിൽ പോവാം. റെസ്റ്റ് എടുത്തിട്ട് ബീച്ചിൽ പോവാമേ. പേടിയാ? കൊട്ടു കേട്ടോണ്ടാ? അത് പോയി. അപ്പോൾ ആര്യ കുറച്ച് കഴിഞ്ഞിട്ട് ബീച്ചിൽ പോവാം. നമ്മൾ സ്റ്റേ ചെയ്യുന്ന ബീച്ച് റെസിഡൻസിയുടെ തൊട്ടടുത്ത് തന്നെയാണ് പയ്യമ്പലം ബീച്ച്. അവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്ററേ ഉള്ളൂ. നമ്മളിപ്പോൾ ബീച്ചിൻ്റെ അവിടെ വന്നിരിക്കുകയാണ്. ഇവിടെ ഒരു കിഡ്സ് ബേ എന്നൊരു സംഭവം കണ്ടു. കുട്ടികൾക്കുള്ള പാർക്ക്. ഒരു ടർഫിനകത്ത് ഒരുപാട് സാധനങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻട്രി ഫീസ് 50 രൂപയാണ്. ഈവൻ പാരൻസ് അകത്ത് കയറുന്നതിനും 50 രൂപയാണ് ഫീസ്.
ജാനുവും മസൂലും അകത്ത് കയറിയിട്ടുണ്ട്. രണ്ടുപേർക്ക് നല്ല പനിയാണ്, എന്നിട്ടാണ് അകത്ത് കയറി പോയത് കളിക്കാനായിട്ട്. മരുന്നൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്ത് നിർത്തിയൊക്കെയാണ്. ഇതിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ബീച്ച് വരുന്നത്. കോഴിക്കോട് നമ്മൾ ഐശ്വര്യത്തിൽ ട്രൈ ചെയ്തു. കണ്ണൂർ അതുപോലൊരു സാധനം കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ പേര് ചെരണ്ടി എന്നാണ്. മിക്സ് ആണ്, അടിയിലാണ് നട്ട്സൊക്കെ കിടക്കുന്നത്. കുടിച്ചു നോക്കിയേ. ഓ ട്രൈ. ബട്ടർ സ്കോച്ചിൻ്റെ ഫ്ലേവറാ. ഓക്കെ, കളാമോ? ഇനി ബസ്സു വയ്യാത്തോണ്ട് കുറച്ച് കുടിച്ചാൽ മതി. കുടിച്ചിട്ട് എങ്ങനെയെന്ന് പറ. എൻ്റെ സൗണ്ടൊക്കെ പോയി. എങ്ങനെയുണ്ട്? കൊള്ളാമോ? പയ്യമ്പലം ടൗണിൽ തന്നെയുള്ള ഒരു തട്ടുകടയാണ്. നമ്മൾ ചപ്പാത്തിയും പെറോട്ടയും മേടിച്ചു. കറി മേടിച്ചിട്ടില്ല. ഇന്ന് ആര്യയുടെ ബീഫ് അച്ചാർ നമുക്ക് ട്രൈ ചെയ്യാം. ഇതാണ് നമ്മുടെ ഡിന്നറ്. മേടിച്ച ചപ്പാത്തി, അവിടെ നിന്ന് കിട്ടിയ ഗ്രേവി, കാന്താരി ചിക്കൻ്റെ ഗ്രേവിയാണ്. ഇത് ആര്യ ഉണ്ടാക്കിയ ബീഫ് അച്ചാർ, നല്ല അടിപൊളി ബീഫ് അച്ചാർ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇത് കഴിച്ചിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഇനി നാളെ കാണാം. ബൈ ബൈ.